ഹലോ ഗൈസ്, അപ്പോൾ ആ കുറച്ച് മണിക്കൂറുകളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2024 എന്ന് പറഞ്ഞ ഈ വർഷം കൂടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വർഷത്തിൽ കുറേ സന്തോഷങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും വിജയങ്ങളും പരാജയങ്ങളും ഒരുപാട് ടെൻഷൻസും ആഘോഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഞാൻ ഏറ്റവും മിസ് ചെയ്ത പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ഏറ്റവും മിസ് ചെയ്തൊരു ആഘോഷമാണ് കേട്ടോ. അതായത് കൊമ്പത്തുകടവിലെ ക്രിസ്മസ് ആഘോഷം. എനിക്ക് പോകണമെന്നും പിള്ളേരെ കാണിക്കണം എന്നും ഒക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്ന സംഭവമായിരുന്നു. അപ്പോൾ അവിടെ ഇരിങ്ങാലക്കുടയിൽ മെഗാക്കാരോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സർജറി കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ സ്റ്റിച്ചൊക്കെ വെട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾ ശനിയാഴ്ച അങ്ങോട്ട് പോവാം, കരോളിൽ പങ്കെടുക്കാം, കരോൾ കാണാൻ പോകാമെന്നൊക്കെ വലിയ പ്ലാനിങ് ഒക്കെ ആയിരുന്നു. അതുപോലെ ഞായറാഴ്ച പള്ളിയിൽ അടിപൊളി കരോളുണ്ടായിരുന്നു. ആ മെഗാ കരോളിനെ കൊണ്ടുപോയി അതേ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് പള്ളിയിൽ കരോളുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ആ കരോളിന് പോലുള്ള ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഇതിന് പോകണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ കാലിൻ്റെ പെയിൻ മാറാത്തതുകൊണ്ട് അതിന് പോകാൻ പറ്റിയില്ല. അങ്ങനെ ക്രിസ്മസിന് പോകണമെന്ന് വിചാരിച്ചു, ക്രിസ്മസിനും പോകാൻ പറ്റിയില്ല. ഇനി പെരുന്നാളാണ് ആകെയുള്ളൊരു പ്രതീക്ഷ, അതെങ്കിലും കൂടാൻ പറ്റുമെന്ന് വിചാരിക്കണം. അപ്പോൾ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പരിപാടിക്കൊന്നും പോയില്ലെങ്കിലും എല്ലാം അവിടെ നിന്ന് കണ്ടതുപോലെ തന്നെ ഞാൻ അറിഞ്ഞിരുന്നു കേട്ടോ. ജോമോൻ പറഞ്ഞ വിശേഷങ്ങളിൽ കൂടിയും അതുപോലെ തന്നെ പലരും ഇട്ട വീഡിയോകളിൽ കൂടിയും എഡിറ്റഡ് വീഡിയോസ് എല്ലാം നമുക്ക് ഗ്രൂപ്പിൽ വരുമായിരുന്നു. ഇനി ഗ്രൂപ്പിലൊന്നും വരാത്ത കുറേ പിന്നമ്പറ കാഴ്ചകളൊക്കെ എനിക്ക് പ്രിയ ചേച്ചി ഇട്ട് വരുമായിരുന്നു. പ്രിയ ചേച്ചി നമ്മുടെ അയൽവാസിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയാണ് കൂടുതൽ കാഴ്ചകൾ എന്നിലേക്ക് എത്തിച്ച ആൾ. ജോമോൻ്റെ അടുത്ത് ഞാൻ വീഡിയോസൊക്കെ ഇടാൻ പറഞ്ഞാലും ജോമോൻ തിരക്കിൽ ചിലപ്പോൾ വീഡിയോസ് എടുക്കില്ല. പിന്നെ ഓരോ കാഴ്ചകൾ കാണാൻ ജോമോൻ പോയതൊക്കെ എനിക്ക് ഫോട്ടോസാണ് കിട്ടിയിരുന്നത്. പക്ഷെ നേരിട്ട് കണ്ട പോലെ എന്നെ ഈ കാഴ്ചകൾ കാണിച്ചിരുന്നത് പ്രിയ ചേച്ചിയായിരുന്നു. ഇപ്പോൾ ഇതാ മെഗാ കരോളിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ പള്ളിയിൽ ഞായറാഴ്ച കരോളുണ്ടായിരുന്നു. അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര ആഘോഷമായിരുന്നു. ജോമോൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു മിസ്സിങ് ഫീൽ തോന്നിയിരുന്നു. എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ. പക്ഷേ ഈ വീഡിയോസ് കാണുമ്പോൾ ഞാൻ ആലോചിക്കും, നമ്മുടെ വീട്ടിൽ പിള്ളേരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഇതൊന്നും കാണാൻ പറ്റിയിരുന്നില്ല. കാരണം ഞാൻ ചിലപ്പോൾ ഈ ഒരു സമയത്തൊന്നും പോവില്ല. പിന്നെ പോയാലും കുറച്ച് നേരം കരോളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകുന്നതിനെ. അപ്പോൾ അങ്ങനെ വയ്യാണ്ടിരിക്കുകയാണെങ്കിൽ വനിത കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ഇടണേന്നൊക്കെ പറഞ്ഞ് പ്രിയ ചേച്ചി ഇങ്ങനെ ഓരോന്ന് അയച്ചു തരും. അപ്പോൾ ആൾക്ക് അതൊരു വലിയ താങ്ക്സ് ഉണ്ട്. കാരണം അവിടെ നിന്ന് കാഴ്ചകൾ കണ്ട പോലെ വീഡിയോ കൂടി ആണെങ്കിൽ ഞാൻ എല്ലാ കാഴ്ചകളും കണ്ടു. അപ്പോൾ നമ്മുടെ ആഘോഷങ്ങളും ആർമാദങ്ങളും ഒക്കെ പയ്യെ അവസാനിച്ചു തുടങ്ങി. ക്രിസ്മസിൻ്റെ ഈ കൊല്ലം അവസാനിക്കാൻ പോവാണ്. അപ്പോൾ ഇനി നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കാണ്. പുത്തൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ ഈ വർഷം എനിക്ക് കാണാൻ പറ്റാത്ത കാഴ്ചകളെല്ലാം അടുത്ത വർഷം കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. അപ്പോൾ അതുപോലെ എല്ലാവർക്കും സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ വർഷത്തിൽ അങ്ങനത്തെ സങ്കടങ്ങളൊക്കെ ഇല്ലാതിരിക്കട്ടെ. അതുപോലെ സന്തോഷങ്ങൾ ഉണ്ടായിട്ടുള്ളതൊക്കെ അതിനേക്കാളും കൂടുതൽ 10 മടങ്ങായിട്ട് ഈ വർഷം ഉണ്ടാവട്ടെ. പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ ആശംസിച്ചാലും നമുക്കറിയാം സന്തോഷവും സങ്കടമൊക്കെ കൂടി ചേർന്നാണ് നമ്മുടെ ജീവിതം. അപ്പോൾ അതൊക്കെ ആയിട്ട് ആ ഓളത്തിൽ അങ്ങോട്ട് മുന്നോട്ട് പോകും. സങ്കടവും സന്തോഷവും ഒക്കെ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളും സങ്കടങ്ങളും തിരിച്ചടികളൊക്കെ ലൈഫിലുണ്ടാകുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് വരുന്നൊരു വിജയത്തിന് സന്തോഷത്തിനൊക്കെ ഭയങ്കര മധുരമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും 2025 ഒരു അടിപൊളി വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു.